എൻ ജീവന്റെ ഉള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും ഞാൻ. തോളിലേറ്റും കണ്ണീരൊക്കും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങുവൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊക്കും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. മണ്ണാകും ഈ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാ ഭവനത്തിൽ. മണ്ണാകും ഈ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാ ഭവനത്തിൽ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. ലോകത്തിൻ സ്നേഹമാകുമേ യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ എൻ ജീവന്റെ ജീവനാണവൻ.
ലോകത്തിൽ സ്നേഹം മാറുമേ. ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ദൈവമേ, ഈ 2024 വർഷം ഡിസംബർ മാസം 19 തീയതി വ്യാഴാഴ്ച സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കഥാവ് ഞങ്ങളെല്ലാം അയക്കുന്ന സ്ഥാനത്ത് ഉള്ളംകൈൽ വഹിച്ച് പരിപാലിച്ച് വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന ഇരുട്ടിന് അധികാരത്തിൽ ഞങ്ങളെ വെടിവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ച സർവശക്തനായ പിതാവായ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ നിയോളം സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവത്തെ മക്കളായി തീരുവാൻ, അതിലുപരിയായ ദൈവത്തിൻ്റെ വേലക്കാരായി തീരുവാൻ, കൂട്ടുവേലക്കാരായി തീരുവാൻ ഞങ്ങളെ ആക്കി വെച്ച സ്ഥാനങ്ങൾക്കായി കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ബ്ലസ് മീഡിയയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പ്രവർത്തകരെയും സഹകാരികളെയും പ്രാർത്ഥനാ സഹകാരികളെല്ലാം സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ താവേ സ്തോത്രം കൂട്ടായ്മ നടത്താനൊക്കെ ഞങ്ങളുടെ ആത്മാവിന്യോളം കർത്തദാസന്മാരെ ബലപ്പെടുത്തിയുള്ള സഹായിച്ചുള്ള അഡ്മിനായിരിക്കുന്ന ദേവദാസന്മാർക്കായി സ്തോത്രം. കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. താവ് ആപത്തും അനർത്ഥം നിറഞ്ഞ ഈ ലോകത്തിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന വചനം ഞങ്ങൾക്ക് നൽകിയ താവ് അതിനനുസരിച്ച് പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി, രാജ്യത്തിനായി, സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ വസിക്കുന്ന താവ് ദേശങ്ങൾക്കായി, മുനിസിപ്പാലിറ്റികൾക്കായി, പഞ്ചായത്തിനായി, കോർപ്പറേഷനായി സ്തോത്രം ചെയ്യുന്ന എല്ലാം കർത്താവിനോളം ഉള്ളംകൈയിൽ വഹിച്ച ദൂതന്മാരെ കാവൽ കൽപ്പിച്ച് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ദാനമായി നൽകിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വ്യാഴാഴ്ച നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്ന പ്രത്യേകം ഞങ്ങളുടെ ദാസന താവ് വി എസ് തോമസ് പാസ്റ്ററിനായി സ്തോത്രം, കുടുംബത്തിനായി സ്തുതിക്കുന്നു, തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുബലായിരിക്കുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അനേക സ്തോത്രം ജീവിതങ്ങൾക്ക്, സഭകൾക്ക്, കൂട്ടായ്മകൾക്ക്, ഓൺലൈനിലെ താവ് കൂട്ടായ്മയ്ക്ക് എല്ലാം ഞങ്ങളുടെ ദാസന കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന സത്യവചനം സത്യമായി പത്യമായി പഠിപ്പിക്കുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് താവ് വിളയെക്കുറിച്ചും താവെ കളയെക്കുറിച്ചുള്ള അതേ ഉപമ ഞങ്ങളെ പഠിപ്പിക്കുന്ന താവെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ പഠിപ്പിച്ച പോലെ സ്തോത്രം ദുഷ്ടൻ ഞങ്ങളുടെ നിലവാരം അറിഞ്ഞ് അവൻ പ്രവർത്തിക്കുന്ന കളവിധിക്കുന്ന അനുഭവങ്ങൾ, സമയങ്ങൾ അവൻ പാഴാക്കാതെ താവ് ചെയ്യുന്നുണ്ടല്ലോ. താവെ ഉണർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം, സഭയായി സഹായിക്കണമേ. കർത്തദാസന്മാരായ താവ് ഞങ്ങളെ ഏൽപ്പിച്ച വേലയും സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം അതേമേ താവ് വേണ്ടുവണ്ണ രീതിയിൽ എതിർത്ത് നിൽപ്പാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവെ ജോയിൻ ചെയ്ത എല്ലാ കർത്തദാസന്മാരും കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന അതാവെ സ്വന്തം കൂടുവാൻ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം അവരെയും കർത്താവ് കൂട്ടി വരുത്തണമേ. നെറ്റിൻ്റെ പ്രയാസമൊന്നും ആർക്കും ഇല്ലാതെ ഇന്നത്തെ ക്ലാസ് വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖങ്ങളായ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അതാവെ ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഞങ്ങളോട് താവെ പ്രാർത്ഥന ആവശ്യപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന അവരുടെ വിഷയങ്ങളെല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും അതാവ് ബ്ലസ് മീഡിയയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്ന ഇന്ന് ഈ സന്ധ്യാസമയം ലോകമാട് നടത്തുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങൾ, ഭവനങ്ങളിൽ, ആലയങ്ങളിൽ, ഓൺലൈനിൽ നടത്തുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങളും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം ദൈവസന്നിധിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവൻ്റെ വചനം കേട്ടെത്താൻ, ബലം ഏറ്റെടുപ്പാൻ, അത് കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, അത് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ, സഭകളിൽ മറ്റു താവെ കൂട്ടങ്ങളോടൊക്കെ പങ്കുവെക്കുവാൻ, യാഥാർത്ഥ്യം അത് പഠിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് കൃപയും അതാവെ ബലം നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ പ്രത്യേകമായി അധ്യക്ഷനായിരിക്കുന്ന താജിനീസ് പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം, അവരുടെ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സകല വിഷയങ്ങളെ ദൈവസ്ഥലിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും പഠിച്ചുകൊണ്ടിരുന്ന ദൈവവചനങ്ങളെ ഓർത്തിഞ്ഞ ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്ന വിശേഷാൽ സാത്താൻ കള വിതയ്ക്കുന്ന കളങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് ലഭ്യമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ, ആത്മാർത്ഥതയോടെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് ആയിരിക്കണം. ഇപ്പോൾ നമ്മളെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ക്ലാസ് കേട്ടതിനായി കർത്താവിന്റെ ദാസൻ പ്രിയ തോമസ് സാറെ വളരെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവസന്നിധിയിൽ
ഒരു വേള കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനം പഠിക്കുവാൻ കർത്താവ് തരുന്ന സാവകാശങ്ങൾക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ പഠന ഭാഗത്തേക്ക് സമയം കളയാതെ ഞാൻ വേഗത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ശത്രുവിൻ്റെ അല്ലെങ്കിൽ കള വിതയ്ക്കുന്ന കാര്യത്തിൽ ശത്രുവിൻ്റെ തന്ത്രം എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ശത്രു വന്ന് കള വിതച്ചു പൊയ്ക്കളഞ്ഞു എന്നാണ് നമ്മൾ അവിടെ ആ ഭാഗത്തെക്കുറിച്ച് വായിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് ശത്രു കള വിതയ്ക്കുന്ന സമയം നാം അറിയണം എന്ന് നാം ചിന്തിച്ചു. ആ സമയം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത് വിതച്ചവൻ ഉറങ്ങിയ സമയത്ത് ആ തക്കം നോക്കി ശത്രു കള വിതയ്ക്കുവാനായിട്ട് കടന്നു വന്നു. 2, ശത്രു കള വിതയ്ക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ എവിടെ ഏത് കളത്തിൽ കള വിതയ്ക്കണമെന്നുള്ളത് വിതയ്ക്കുന്ന ശത്രുവിന് നന്നായി അറിയാം. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: നമുക്ക് നമ്മെ അറിയുന്നതിനെക്കാട്ടിലും പിശാചിന് നമ്മെ നന്നായിട്ട് അറിയാം. നാം നമ്മെ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും നന്നായി പിശാച് നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവനറിയാം ഏത് സാഹചര്യത്തിൽ എപ്പോൾ എവിടെ ആണ് തൻ്റെ കള തനിക്ക് വിതയ്ക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെതായ സമയത്ത് വളരെ കൃത്യമായിട്ട് അവന്റെ ദൗത്യം, അവന്റെ ജോലി അവൻ നിർവഹിക്കുന്നവനാണ്. അത് നാം തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കും. ഇനി 3-ാമത്തെ കാര്യം ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശത്രു കള വിതച്ച് അവൻ പൊയ്ക്കളഞ്ഞു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്. ശത്രു വന്ന് കള വിതച്ച് അവൻ പൊയ്ക്കളഞ്ഞു. വളരെ ശ്രദ്ധേയമായ ഒരു പദമാണ്, ഒരു വാക്യമാണ് നമ്മൾ അത് വായിക്കുമ്പോൾ. ശത്രു വന്ന് കള വിതച്ച് പൊയ്ക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിശാചിനറിയാം അവൻ കള വിതച്ചാൽ ആ കള നിശ്ചയമായിട്ട് എന്ത് ചെയ്തോളും, വളർന്നോളും. അത് വളരുന്നുണ്ടോ എന്നൊന്ന് നോക്കി നിൽക്കേണ്ട ആവശ്യകത അവനില്ല. അത് വളരാൻ വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങളൊന്നും അവന് സൃഷ്ടിക്കേണ്ട കാര്യമില്ല. കള വിതയ്ക്കാനായിട്ടൊരു കളം ലഭിച്ചാൽ ആ കളത്തിനകത്ത് അവൻ കള വിതയ്ക്കും. വിതച്ചാൽ അത് എന്ത് ചെയ്യും? 100% വളരും. അത് വളർന്നാൽ അത് അതിന്റെ പ്രവൃത്തി നിശ്ചയമായി. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം. വരിക, വിതയ്ക്കുക, പോവുക. ചില കൊടുങ്കാറ്റ് വരുന്നതും ഇതിലേ വരുന്നെന്ന് അറിയത്തില്ല. വന്നു, അത് വന്നാകെ എല്ലാം എന്ത് ചെയ്തു? അടിച്ച് നിരപ്പാക്കി ശൂന്യമാക്കി പോകുന്നത് പോലെയാണ് ആര് വരുന്നത്? പിശാച് വരുന്നത്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അറുക്കാനും മുടിക്കാനും ഒക്കെ ആയിട്ട് പിശാച് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ആ ഒരു ചിന്തയിൽ തന്നെ പൗലോസിന്റെ വാക്കുകളെ നമ്മൾ കടമെടുത്താൽ പൗലോസ് പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത്. കള വിതയ്ക്കാനായിട്ട് നാമായിട്ട് ഇടമൊരുക്കിയാൽ, അവസരമൊരുക്കിയാൽ അവൻ വിതയ്ക്കും. വിതച്ചാൽ അതെന്ത് ചെയ്യും? വളരുകയും അതിന്റെ ഫലം കൊയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് കള വിതച്ച് അവൻ പൊയ്ക്കളഞ്ഞു എന്ന് കർത്താവ് പറയാനുള്ള കാരണം. ഇനി നമ്മളതിന്റെ മറുഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കി. നല്ല വിത്ത് വിതയ്ക്കുന്നതെങ്കിൽ ആ നല്ല വിത്ത് വളരാനായിട്ട് എന്ത് വേണം? ഒരു നല്ല അനുകൂലമായ സാഹചര്യം ഉണ്ടായെങ്കിലേ നല്ല വിത്ത് വളരത്തുള്ളൂ, കിളുക്കത്തുള്ളൂ. നമുക്കറിയാം, ഒരു വിത്ത് നമ്മൾ എവിടെയെങ്കിലും പാകിയാൽ, വിതച്ചാല് അതിനനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, മണ്ണ് വേണം, അല്ലെ? അപ്പൊ സാഹചര്യങ്ങൾ അനുകൂലമാക്കപ്പെട്ടു എങ്കിൽ മാത്രമേ നല്ല വിത്ത് എന്ത് ചെയ്യത്തുള്ളൂ? വിതയ്ക്കൂ, അല്ലെങ്കിൽ വളരത്തുള്ളൂ. പിശാച് വിതയ്ക്കുന്ന വിത്തിന് ഇങ്ങനെ സാഹചര്യങ്ങളുടെ വലിയ അനുകൂലതയൊന്നും വേണ്ട.
അത് വിതയ്ക്കാനായിട്ടൊരു അവസരം എവിടെ കിട്ടിയോ അത് വിതയ്ക്കപ്പെട്ടാൽ എന്ത് ചെയ്തോളും? അത് തന്നെ വളരും. അതിന് പ്രത്യേകിച്ച് അനുകൂല സാഹചര്യം ഒന്നും വേണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാല്, രാജ്യത്തിന്റെ വിത്ത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്ന ദൈവമക്കൾ, അവർക്ക് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദൈവവചനത്തിന്റെ പോഷണവും പരിശുദ്ധാത്മാവിന്റെ പരിചരണവും ഒക്കെ അതിന് ലഭ്യമായെങ്കിൽ മാത്രമേ നല്ല വിത്ത് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളൂ? കിളിർക്കുകയുള്ളൂ, വളരുകയുള്ളൂ, ഫലം കായ്ക്കുക. എന്നാല് അതിന് നേരെ ഓപ്പോസിറ്റ് ആയ ദുഷ്ടതയാണെങ്കിലും പാപമാണെങ്കിലും തിന്മയാണെങ്കിലും നിറഞ്ഞ ഈ ലോകത്തിൽ കളയ്ക്ക് വളരാനായിട്ട് പ്രത്യേകമായ കാത്തിരിപ്പിന്റെ ഒന്നും ആവശ്യകത ഇല്ല. അതുകൊണ്ടാണ് ശത്രു വന്ന് കള വിതച്ച് എന്ത് ചെയ്തു? പോയിക്കളഞ്ഞു എന്ന് കർത്താവ് പറയുന്നതിന്റെ സാരാംശം. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു നല്ല വിത്ത് ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മൾ വിതച്ചു, അതൊന്ന് നല്ല നിലയിൽ വളർന്നു വരണമെങ്കിൽ എന്തുമാത്രം പരിശ്രമങ്ങൾ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നാം ചെയ്യണം, അല്ലെ? എന്തുമാത്രം പരിശ്രമം ഉണ്ടെങ്കിലാണ് ആ വ്യക്തി ഒരു ഫലമുള്ള അവസ്ഥയിലേക്കൊക്കെ ആ വ്യക്തി എത്തുന്നത്. അതൊന്ന് വളരണമെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങളെ നമ്മൾ അനുകൂലമാക്കണം? ആ വ്യക്തി ഒന്ന് ഫലം കായ്ക്കണമെങ്കിൽ, പ്രയോജനപ്പെടണമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കൈത്താങ്ങൽ കൊടുത്ത്, കൂട്ടായ്മ കൊടുത്ത്, കൊടുക്കേണ്ട മോറൽ സപ്പോർട്ടുകളെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ നമ്മളിങ്ങനെ ഓരോ ദിവസവും കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ അത് പ്രയോജനമുള്ളൊരു വ്യക്തിയായിട്ട് പലപ്പോഴും മാറുന്നു. പിശാചിനെ സംബന്ധിച്ച് തന്റെ കളയൊന്ന് വിതയ്ക്കാൻ ഒരു സാവകാശം കിട്ടിയാൽ മതി, ബാക്കി അത് അവന്റെ ഉദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്യും? നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കള വിതച്ച് അവരെന്ത് ചെയ്തു? പൊയ്ക്കളഞ്ഞു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ഇനി ശ്രദ്ധിച്ചാട്ടെ, കളയുടെ പ്രത്യക്ഷത എന്താണ് എന്നുള്ളതാണ് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയും. 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. അടുത്ത വാക്യം, ഞാറ് വളർന്നു പതിനായപ്പോൾ കളയും കാണി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നല്ല വിത്ത് വിതച്ചു, അത് വളർന്ന് അത് കതിര് ആയപ്പോഴാണ് ആരിനെ പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നത്? അതിന്റെ കൂടെ വളർന്ന എന്തിനെ കാണാൻ സാധിക്കുന്നത്? കളയെ കാണാൻ കഴിയും. കർത്താവ് പറയുന്ന ഓരോ വാക്കിന്റെയും ആഴം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കും. 26-ാമത്തെ വാക്യം അതാണ്, ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായും. അപ്പൊ അതുവരെ ഇതാ മറിഞ്ഞിരിക്കുക. ഞാറ് വളർന്ന് കതിരാകുന്നിടം വരെ എന്തിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല? കളയെ തിരിച്ചറിയാൻ കഴിയത്തില്ല. കതിരാകുമ്പോൾ മാത്രമേ കതിരും നല്ല നെല്ലും തമ്മിൽ തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? സാധ്യമാകൂ എന്നാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്, കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാറിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് കതിർ, അല്ലെ? ഞാറിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് കതിർ. ഫലം പ്രത്യക്ഷമാകുന്നതിന് മുൻപ് വളർച്ചയുടെ ഘട്ടങ്ങൾ പലത് തരണം ചെയ്തിരിക്കും. നമുക്കറിയാം, അല്ലെ? ഒരു നെല്ലിൻ്റെതാണെങ്കിലും ഗോതമ്പിൻ്റെതാണെങ്കിലും ഒരു വിത്ത് നമ്മൾ ഒരിടത്ത് വിതച്ചാൽ അത് വളർന്ന് 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 എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അത് കതിരായിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെ അത് കടന്ന് 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 പോയി കഴിഞ്ഞാണ് ഏറ്റവും ഒടുവിൽ അത് എന്തായിട്ട് വരുന്നത്? അത് കതിരായിട്ട് വരുന്നു. അപ്പോൾ നമുക്കറിയാം, ഞാറ് അല്ലെങ്കിൽ ഫലം എപ്പോഴും പ്രത്യക്ഷമാകുന്നതിന് മുൻപ്
വളർച്ചയുടെ പല ഘട്ടങ്ങൾ അത് തരണം ചെയ്തിരിക്കും. പ്രാരംഭത്തിൽ പ്രത്യക്ഷമാകുന്നത് മുളകളാണ്. നമുക്കറിയാം, തുടക്കം ഒരു ഞാറ് നടും, അതിന് മുളയാണ് ആദ്യം ഒരു വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. മുളയാണ് ആദ്യം പ്രത്യക്ഷമാകുന്നത്. ക്രമേണ തണ്ടുകളും ഇലകളും ഒക്കെ എന്ത് ചെയ്യും? കാണപ്പെടും. സ്വയമായി നിൽക്കുവാൻ ആവശ്യമായ സൂര്യപ്രകാശവും തടത്തിലെ വളവും വെള്ളവും ഒക്കെ അതിന് ലഭ്യമായി കഴിയുമ്പോൾ അത് വിത്തിനെ പോലെ എന്ത് ചെയ്യും? വളരുവാൻ പലപ്പോഴും കളയ്ക്കും. അപ്പൊ ഈ കള ഏറ്റവും ഒടുവിൽ ആണ് മനസ്സിലാകുന്നത്. കാരണം ഇതിന് ഒരു മുള വന്നു, നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതിന് പിന്നെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അത് എത്തി, അന്നേരവും അതെന്താണ്? കളയാണ്, തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. അത് ഫലത്തിന്റെ ആ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള വിതച്ച വിത്തിന്റെ ഫലമാണോ അതോ കളയാണോ, കളയുടെ ഫലമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ അവസരങ്ങളിലൊന്നും ഈ കളകളെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധിച്ചു എന്ന് വരില്ല. നല്ല വിത്തിന്റെ പ്രകടനം, പ്രവർത്തനം, ഘോഷണം മുതലായ എല്ലാം ആരിലും ഉണ്ടാകും? കളകളിലും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, നല്ല വിത്ത് സഹായത്തിന് വരുന്നത് പോലെ കളയും കടന്നു വരും. നല്ല വിത്ത് ആരാധിക്കുന്നത് പോലെ തന്നെ കളയും ആരാധിക്കും. നല്ല വിത്ത് അന്യഭാഷ പറയുന്നത് പോലെ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല സരസമായ ശൈലിയിൽ എന്ത് ചെയ്യും? അന്യഭാഷ കള പറയും. നല്ല വിത്ത് പ്രാർത്ഥിക്കുന്നത് പോലെയും നല്ല വിത്ത് പ്രബോധിപ്പിക്കുന്നത് പോലെയും നല്ല വിത്ത് ശുശ്രൂഷിക്കുന്ന പോലെയൊക്കെ എന്ത് ചെയ്യും? കളയും. അതിനേക്കാൾ ഒരു അടി കൂടെ മേൽത്തരമായ രീതിയിലാണ് എന്ത് കള പലപ്പോഴും പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് ഏതാണ് ഒറിജിനൽ എന്ന് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ പല സാധനങ്ങളും കണ്ടിട്ടുണ്ട് അല്ലെ? ഒറിജിനലിനെ വെല്ലുന്ന ക്വാളിറ്റി ഉണ്ട് എന്തിന്? പല ഡ്യൂപ്ലിക്കേറ്റുകൾക്ക്. പലപ്പോഴും നമുക്ക് ഈ ഡ്യൂപ്ലി തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനലിനെക്കാട്ടിലും അത് കാണാൻ എന്താണ് വളരെ ഭംഗിയുള്ളതായി. പക്ഷെ അതിന് അധികം ആയുസില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രത്യേകത. നമുക്കറിയാം, ചൈനയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പലതും നല്ല പ്രൊഡക്റ്റ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ചൈനയുടെ ലോ കോസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത യൂസ് ആൻഡ് ത്രോ ആണ്. അത് കേടായാൽ വലിച്ചെറിയാൻ മാത്രമേ എന്ത് ചെയ്യുന്നത് പറ്റത്തുള്ളൂ. അതിന് ദീർഘായുസില്ല, ദീർഘകാലം ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, സാധ്യമല്ല. അപ്പൊ എന്നതുപോലെ തന്നെയാണ് ഈ കളയുടെ വളർച്ച എന്ന് പറയുന്നത്. ഇതിനെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. ഫലത്തിന്റെ ആ സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ ഇതേതാണെന്നുള്ളത് ഒരു കൃഷിക്കാരന് തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, സാധ്യം ആകുകയുള്ളൂ. അപ്പോൾ എന്താണ് കർത്താവ് അതിനകത്തൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന സന്ദേശം എന്ന് പറയുന്നത്? ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുന്നത് പലതും എന്തല്ല, ശരിയായ വിത്തോ അതിന്റെ വളർച്ചയോ അല്ല, മറിച്ച് പലതും എന്താണ്, നല്ല വിത്താണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പലതും കളകളാണെന്നുള്ളതാണ് കർത്താവ് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് ആ ഫലത്തിന്റെ സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ ഇത് കളയാണോ പതിരാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞിരുന്ന പദമല്ലേ, അവരുടെ ഫലങ്ങളാൽ അവരെ എന്ത് ചെയ്യാം, തിരിച്ചറിയാം. അതുവരെ അല്ലാതെ ഇവരെ തിരിച്ചറിയാനായിട്ട് സാധ്യമല്ല. അവരിലൂടെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആകുന്ന ഫലങ്ങളിലൂടെ മാത്രമേ ഇതെന്താണ്, നല്ലതാണോ തീയതാണോ ശരിയാണോ തെറ്റാണോ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, തിരിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം നമുക്ക് അറിയാം, യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. അടുത്ത പ്രയോഗം നമുക്കറിയാം, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും. അടുത്ത പ്രയോഗം അതിനേക്കാൾ കുറെ കൂടെ മൂർച്ചയേറിയത് ഗൗരവമായതാ, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. അപ്പോൾ യഥാർത്ഥ വിത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഫലമാണ്. പക്ഷെ ഒരിക്കലും